ഈ മേൽശാന്തി ആയിരിക്കുന്ന സമയത്ത് നമ്മളെ കാണാനായിട്ട് പല ആൾക്കാർ വരുമല്ലോ, ധാരാളം ആൾക്കാർ വരുമല്ലോ. അപ്പം സാധാരണക്കാർ മുതൽ വലിയ VIP വരെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വരുമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിനും ഇവർ പല ആളുകളിൽ നിന്നും പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അതും മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ മേൽശാന്തി എന്ന് പറഞ്ഞ ഒരു സ്ഥാനത്തെ നോക്കി കാണുന്നത്? അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുമോ? അതായത് ചിലർക്കൊക്കെ ഈ മേൽശാന്തി എന്ന സ്ഥാനം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു സമ്പ്രദായ രീതി അവർക്ക് അവിടെ വ്യത്യാസമാണല്ലോ. മറ്റേ അന്യ സംസ്ഥാനത്ത് അവർക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് അവിടെ വന്ന് കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സ്ഥാനത്തിൻ്റെ ഒരു മഹത്വം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ആ സമയത്ത് നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു വഴിപാടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവർക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ മേൽശാന്തി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞ് എത്ര ആൾക്കാരാണ് വന്നിട്ടുണ്ട്. അത് മേൽശാന്തി എന്ന XY അതിൻ്റെ അല്ല, ആ സ്ഥാനത്തിൻ്റെ മഹത്വമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അത് ഒരുപാട് മേൽശാന്തിമാർക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്ത് പറയണം, അവർക്കറിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയാം, ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷബാധ അല്ലെങ്കിൽ രോഗങ്ങൾക്കൊക്കെ വരുമ്പോൾ കാളിയമർദ്ദനം എന്ന് പറഞ്ഞുള്ള കൃഷ്ണാട്ടം നടത്താം. അവർക്കത് അറിയുന്നുണ്ടാവും. പക്ഷെ എന്നാലും അത് മേൽശാന്തിയുടെ മുഖത്തു നിന്ന് കേൾക്കണമെന്ന് അവർക്കുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ അതിൻ്റേതായ ഫലം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആ ഒരു തപസ്, ആ ഒരു 6 മാസം നമ്മൾ ചെയ്യുന്ന നിഷ്ഠ, അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് വരുന്നത്. കാരണം ഇപ്പോൾ അങ്ങനെ സാധാരണക്കാരെന്നോ VIPs അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ഒരേപോലെയാണ് നമ്മളെ ഇതാക്കുന്നത്. അവരെന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ സാധിക്കണമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ കർത്തവ്യം എന്താ? നാളും പേരും വിചാരിച്ച് ഭഗവാന് 2 പൂവ് സമർപ്പിക്കുക. അതാണ് നമ്മുടെ കർത്തവ്യം. അതാണ് അവർക്കെല്ലാം ആവശ്യവും, അതാണ് നമ്മൾ ചെയ്യേണ്ടതും. അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ 6 മാസക്കാലത്ത് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത്. അല്ലാതെ അപ്പോൾ നമുക്ക് ആരോഗ്യം കറക്റ്റായിരിക്കണം, നമ്മുടെ ഉറക്കം കറക്റ്റായിരിക്കണം, അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ രീതിയിൽ ആണ് 6 മാസം കൊണ്ടുപോയത്. അപ്പോൾ ഓയ്ക്ക പ്രവൃത്തി ചെയ്യുമ്പോഴും ചിലർ വരാറുണ്ട്. ചില കുട്ടീനെയും കൊണ്ടുവരും. മേൽശാന്തി ആ സമയത്ത് പ്രാർത്ഥിച്ചേർന്നതാണ്, ഇതാ ഇപ്പോൾ തുലാഭാരത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഭാഗ്യം തന്നെയാണ്, നമ്മുടെ പൂർവ്വജന്മ സുഹൃതം എന്ന് തന്നെ പറയാറുള്ളൂ. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അച്ഛനമ്മമാരുടെ പ്രാർത്ഥന. ഓക്കെ. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു, സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരാൾ, ഓദിക്കാനായിട്ട് പോകുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം മേൽശാന്തി ആവുന്നു, പിന്നെ തിരിച്ച് വീണ്ടും ഓദിക്കൻ ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും അത് അക്സെപ്റ്റ് ചെയ്യണം, കാണുന്നവരും അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? എപ്പോഴും കാണുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം മേൽശാന്തി ആവുന്നു അല്ലേ? അതും ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും. അതെ. അത് ഭയങ്കര ഒരു തന്നെയാണ്. കാരണം നമ്മൾ മേൽശാന്തി എന്നുള്ള പദവി നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോയിക്കെന്ന് പറഞ്ഞാൽ അത് ഒട്ടും കുറവല്ല പറയാ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു ഇതിലിരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മേൽശാന്തിയായുള്ള കാലഘട്ടം നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ വരികയാണ്. അപ്പോൾ തീരാറാകുമ്പോൾ കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മളറിയാണ് ഏതാ പുതിയൊരു മേൽശാന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയ്യോ ഇനി ഞാനല്ല മേൽശാന്തി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇത് തോന്നും. ശരിക്കും ഞാൻ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 6 മാസം അവിടെ നിന്നിട്ട് പോരുമ്പോഴേ കണ്ണിന്ന് വെള്ളം വരും. പിന്നെ ഞാൻ സമാധാനിക്കും, നമുക്ക് പിന്നെ എപ്പോഴും വീണ്ടും പോകാനുള്ളൊരു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, വീണ്ടും അകത്ത് കയറാലോ, ഇങ്ങനെ കുടുംബമായത് കൊണ്ട്. അവൻ്റെ ഒരു ഇനി എത്ര നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ്. അതെ. ഓക്കെ. എന്തായാലും വേറെ ഒരു ഇതാണ്.